ഓക്കെ, പി ആർ അരവിന്ദും മേഘനാമുരളോട് ചേരുന്നു. അരവിന്ദിലേക്ക് ഒന്നുകൂടെ പോകുന്നു. അരവിന്ദ്, രാജ്യത്ത് ഈ പറയുന്ന LPG ക്ഷാമമില്ല, ഇന്ധന വിലവർദ്ധനയ്ക്ക് പശ്ചാത്തലമില്ല എന്നൊക്കെയാണ് ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹോർമൂസ് കടൽ കടന്ന് ഈ പറയുന്ന 1-2 കപ്പലുകൾ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം ഗ്യാസ് കിട്ടാനില്ലാത്ത പശ്ചാത്തലമുണ്ട്, ഉള്ള ഗ്യാസിന് വില കൂടുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണം, അരവിന്ദ്? കാശ്മീർ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്നതാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആവർത്തിക്കുന്നത്. ഇത്തരത്തിൽ പരിഭ്രാന്തരായി ജനങ്ങൾ വലിയ രീതിയിൽ ബുക്ക് ചെയ്യുന്നതാണ് ഇത്തരമുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം നടക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കൃത്യമായി എല്ലായിടത്തും ആവശ്യമായ പെട്രോളും ഡീസലും ഉണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ വലിയ വ്യാജ പ്രചാരണം, കാരണം രാജ്യം ഇന്ധന പ്രതിസന്ധിയിലേക്ക് പോകുന്ന വ്യാജ പ്രചാരണങ്ങൾ നടക്കുകയും ജനങ്ങൾ പരിഭ്രാന്തരായി ഈ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലും പെട്രോൾ പമ്പിലേക്കും അധികമായി തടിച്ചെത്തുന്നത് ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ആവശ്യമായ തോതിലുള്ള ഇന്ധനം ലഭ്യമാണ്, ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്ന് തന്നെ കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരുന്നു. എന്തായാലും ഒരു LPG ടാങ്കർ, ഹോർമൂസ് കടലിലേക്ക് കടന്ന ഒരു LPG ടാങ്കർ കൂടി ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. BWTOR ആണ് ഇന്ന് രാവിലെയോടുകൂടി മുംബൈ തീരത്ത് നങ്കൂരമിട്ടത്. BWELM ഉടൻ തന്നെ മംഗളൂരു തീരത്ത് എത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 94,000 ടൺ LPG ആണ് ഈ 2 കപ്പലുകളിലുമായി ഉള്ളത്. കൃത്യമായി രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ, അടുത്ത ദിവസത്തെ ഇന്ധന പ്രതിസന്ധികൾ അടക്കം മറികടക്കാൻ ഈ കപ്പലിൽ നിന്നുള്ള LPG അത് സഹായിക്കുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ ജനങ്ങൾ ഇത്തരത്തിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി റിഫൈനറികളടക്കം 100% മുകളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കൃത്യമായി LPG വിതരണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആവശ്യമായ മറ്റ് രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉള്ളപ്പോഴും ഇന്ത്യ കൃത്യമായി തന്നെ ഈ പ്രതിസന്ധി സാഹചര്യത്തെ പ്രതിരോധിക്കുകയാണ്. കൃത്യമായ വിതരണം എല്ലായിടത്തും ഉറപ്പാക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ ഇനിയും 18 ടാങ്കറുകളാണ് ഈ ഹോർമൂസ് കടലിലേക്ക് കടക്കാൻ ഉള്ളത്. ഈ കപ്പലുകൾ എപ്പോൾ എത്തുന്നത് എന്നത് ഇന്ത്യയിലെ ഇന്ധന പ്രതിസന്ധിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 18 കപ്പലുകൾ, കാരണം LPG ടാങ്കറുകളുണ്ട്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ടാങ്കറുകളുണ്ട്, ഇവ ഉടൻ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇറാൻ അധികൃതരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇന്ത്യ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനം ഉണ്ടാകും. കൃത്യമായി രാജ്യത്തെ സാഹചര്യം രാജ്യത്തെ ബോധ്യപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ പ്രതിസന്ധി അല്ലെങ്കിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. കൃത്യമായി ഇന്ധനം എല്ലായിടത്തും ലഭ്യമാണ്. അതുപോലെ തന്നെ കൃത്യമായി LPG വിതരണം സുഗമമായി മുന്നോട്ട് പോകുന്നുവെന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാകുന്നത്. പക്ഷേ ഹോട്ടൽ മേഖലകളടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, മേഘനാമുരളോട് ചേരുന്നു. മേഘന, ഇത് ആൾക്കാർ കൂട്ടത്തോടെ വരുന്നതാണെന്ന് പറയുമ്പോൾ പോലും അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വില കൂടുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നില്ല. മേഘന കോഫി ഹൗസിൽ നിൽക്കുകയാണ്. അവിടെയും നേരത്തെ തന്നെ ഈ വിഭവങ്ങൾക്ക് ചില കുറവുകൾ വരാൻ നേരത്തെ അവർ നിർബന്ധിതരായിരുന്നു. എന്താണ് പുതിയ സാഹചര്യത്തിൽ അവിടെയൊക്കെയുള്ള പ്രതികരണം, മേഘന? ഹാഷ്മി, പാചകവാതക പ്രതിസന്ധി, ഇന്ധനം ലഭിക്കുന്നതിനുള്ള ക്ഷാമം, അത് നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ് കോഫി ഹൗസ്. അവിടെ സാധനങ്ങൾ മെനു വെട്ടിച്ചുരുക്കുന്നു, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ വിറകടുപ്പിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ പലതരത്തിലും നമ്മൾ മുന്നേ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇന്ധനത്തിന് വില കൂടി കൂട്ടുമ്പോൾ അത് വലിയ പ്രതിസന്ധി ആകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, ഇപ്പോൾ ഗ്യാസ് കിട്ടാനുണ്ടോ? ഗ്യാസ് 1-2 സിലിണ്ടർ വെച്ച് ചിലപ്പം 2 ദിവസം കൂടുമ്പം കൊണ്ടുവരും. അല്ലാതെ നേരത്തെ തന്നതുപോലെ തരൂല. അതിന് ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയിപ്പിച്ചൊക്കെയാണ് ഗ്യാസ് കൊണ്ടുവരുന്നത്. വില കൂട്ടി 195 രൂപ കൂട്ടി എന്നാ പറയുന്നത്. 195 രൂപ കൂട്ടി. നമ്മൾ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും നമ്മൾ വില കൂട്ടിയിട്ടില്ല. ഗ്യാസിൻ്റെ വില വെച്ച് നോക്കുമ്പം നമുക്കും അത് കൂട്ടേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ്. മൊത്തത്തിൽ ഹോട്ടലുകൾക്ക് കൂട്ടേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് തോന്നുന്നത്. ചേട്ടാ, എന്ത് തോന്നുന്നു? ഈ 195 രൂപയാണ് ഇപ്പോൾ വില കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ പലഹാരങ്ങൾക്കൊക്കെ വില കൂട്ടേണ്ട അവസ്ഥ വരില്ലേ? വരുന്നുണ്ട്. വിറകടുപ്പിൽ നിന്ന് മാറിയിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, എന്നാലും കുറച്ച് മാറിയിട്ടുണ്ട്. ഹാഷ്മി, ഈ കോഫി ഹൗസിന്റെ ഉള്ളിലേക്ക് പോയാൽ ഇവിടെ പൂർണ്ണമായും വിറകടുപ്പിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ വിറകടുപ്പിൽ നിന്ന് ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. 1-2 ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഈ ഗ്യാസിലോട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ ഈ സമയം എന്നൊക്കെ പറയുന്നത് വളരെ തിരക്കുണ്ടാകേണ്ട ഒരു കോഫി ഹൗസ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ് എന്നുള്ള സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് വരികയാണെങ്കിൽ, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ പൂർണ്ണമായും വിറകടുപ്പിലേക്ക് മാറിയൊരു സാഹചര്യം, ഇത് ഈ പൂർണ്ണമായും വിറകടുപ്പിലേക്ക് മാറിയൊരു സാഹചര്യമില്ല. പക്ഷേ അരി ആഹാരം അടക്കം ഇപ്പോഴും പാചകം ചെയ്യുന്നത് ഈ വിറകടുപ്പിൽ തന്നെയാണ്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടണമെന്ന് ഹോട്ടൽ ഉടമകളും അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരും ലക്ഷ്യം വെക്കുമ്പോഴാണ് അവർക്കൊരു ഇരുട്ടടിയായിക്കൊണ്ട് വീണ്ടും 195 രൂപയിലധികം ഒരു ഇന്ധന വില വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത്. ചേട്ടാ, ഈ വിറകടുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ
ഇന്ന് രക്ഷ നേടാനുള്ള സാഹചര്യം ഉണ്ടോ? അതിപ്പോൾ നിലവിൽ വീണ്ടും ഗ്യാസ് വില കൂടിയിട്ടുണ്ട്. അത് പിന്നെ ഇനി നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ. എന്താ ഒരു വഴി? വഴി ഇപ്പോൾ തൽക്കാലം വിറവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനിയൊക്കെ വില കൂടുതലാണെങ്കിൽ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എത്ര സിലിണ്ടർ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? നമുക്കിവിടെ സാധാരണ 3 സിലിണ്ടർ വരെ വേണം, 2.5-3 വരെ വേണം. പക്ഷേ ഇപ്പോൾ അത്രത്തോളം കിട്ടുന്നില്ല. 1-1.5 വെച്ച് ഉപയോഗിച്ച് നടത്തുന്നുള്ളൂ. ബാക്കി വിറകിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മെനു ഒക്കെ പഴയ പോലെ ആയോ? മെനു ഏകദേശമൊക്കെ പഴയതുപോലെ ആയി. ഹാഷ്മി, എന്തായാലും ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഇത്. ഈ ഇന്ധന വില വർധനവ് എന്ന് പറയുന്നത് LPG സിലിണ്ടറുകൾക്ക് 195 രൂപയിലധികം കൂട്ടിയത് ഒരു ഇരുട്ടടി ആകുന്നു എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകളും അതുപോലെ തന്നെ ജീവനക്കാരും പറയുന്നത്. അതുപോലെ തന്നെ ഈ വിറകടുപ്പിൽ നിന്ന് എപ്പോൾ മോചനം ലഭിക്കുമെന്നുള്ളതാണ് ഇവർ ചോദിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.